നമസ്കാരം. റീഡേഴ്സ് അഡ്വക്കേറ്റ് ആണ്. ശബരിമലയിൽ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അറസ്റ്റിലായതിൻ്റെ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രധാന വാർത്തകൾ മിക്ക പത്രങ്ങളുടെയും ഈ സംഭവം തന്നെയാണ്. അതിൻ്റെ ഫോളോ അപ്പ് ആണ്. അതിൽ പ്രധാനപ്പെട്ട ആകാംക്ഷ അല്ലെങ്കിൽ ആശങ്ക ബാക്കിയുണ്ടായിരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എങ്ങനെയാണ് ഇതിൽ കുരുങ്ങിയത് എന്നുള്ളതാണ്. അദ്ദേഹത്തിനെതിരായ തെളിവ് എന്താണ് SITയുടെ കയ്യിലുള്ളത് എന്നാണ്. ഇന്നത്തെ പത്രങ്ങളുടെ പ്രധാന വാർത്ത അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതിയ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലേക്ക് നയിച്ച സാഹചര്യം വിശദമാക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് തുടർച്ച ഉണ്ടാകുമോ, തുടർന്ന് ഏത് മട്ടിലാണ് കാര്യങ്ങൾ പോവുക എന്നൊക്കെ പത്രങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതേസമയം രാഷ്ട്രീയമായി പത്രങ്ങളുടെ വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കുന്നും ഉണ്ട്. കൈപ്പട കുടുക്കി എന്ന് മാതൃഭൂമി ലീഡ് കൊടുക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ പിത്തള എന്നെഴുതി പത്മകുമാർ ചെമ്പാക്കി എന്നാണ് മാതൃഭൂമി പറയുന്നത്. പത്മകുമാർ വെട്ടിയെഴുതി ചെമ്പ് എന്ന് മനോരമ വാർത്ത നൽകുന്നു. അജണ്ട മാറ്റിയത് പത്മകുമാർ എന്നാണ് മാധ്യമം പത്രത്തിൻ്റെ ലീഡ്. ബുദ്ധി കേന്ദ്രം പത്മകുമാർ, റിമാൻഡ് റിപ്പോർട്ട് പുറത്ത് എന്ന് സുപ്രഭാതവും പറയുന്നു. അടുത്തത് ആര്, അകത്തേക്ക് പോകുന്നത് ആരടുത്തത് എന്ന് വീക്ഷണം ലീഡ് വാർത്ത നൽകുന്നു. പിന്നീട് അടുത്ത കടകംപള്ളിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അന്ന് ദേവസ്വം ബോർഡിൻ്റെ വകുപ്പുള്ള ദേവസ്വം മന്ത്രിയായിരുന്ന ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ. സ്വാഭാവികമായി രാഷ്ട്രീയമായി അടുത്ത ഘട്ടത്തിലേക്ക് വാർത്തകൾ കടക്കുകയാണ്. കടകംപള്ളി റഡാറിൽ എന്ന് ചന്ദ്രിക നൽകുന്നു. വീക്ഷണവും ചന്ദ്രികയും പ്രധാന വാർത്തയായി കടകംപള്ളിയെ കേന്ദ്രീകരിച്ച് ഉള്ള വാർത്ത എഴുതുന്നു. അതേസമയം മറ്റു പത്രങ്ങളിൽ, ഇപ്പോൾ മനോരമ അടക്കമുള്ള പത്രങ്ങളിൽ തന്നെ കടകംപള്ളിയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത വിശകലനം ചെയ്യുന്നുണ്ട്. സുപ്രഭാതം കടകംപള്ളിയെ ചോദ്യം ചെയ്തേക്കും എന്നൊരു വാർത്ത ഉൾപേജിൽ നൽകുന്നുണ്ട്. കടകംപള്ളി പത്മവ്യൂഹത്തിൽ എന്ന തലക്കെട്ട് തന്നെയാണ് മംഗളവും നൽകുന്നത്. അതേസമയം ദേവസ്വം ബോർഡിൻ്റെ ഈ ഉത്തരവാദിത്തം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഉത്തരവാദിത്ത രാഹിത്യം, അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ അഴിമതിയിലേക്ക് നയിച്ച സാഹചര്യം, സ്വർണ്ണമോഷണ കേസിൽ പ്രതിയാക്കപ്പെടുന്ന, ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഒന്നോ രണ്ടോ ഘട്ടങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ശബരിമലയിൽ ഇത്തരത്തിലുള്ള പിടിപ്പുകേടുകൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി മാത്രമല്ല, ദേവസ്വം ബോർഡിന് നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്ക് കൂടിയ ഉത്തരവാദിത്തം നൽകുന്നുണ്ട് ഈ അനുഭവം. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ പുതിയ ദേവസ്വം ബോർഡ് യോഗങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലെ യോഗങ്ങളിലൊക്കെ വലിയ തോതിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടുള്ള യോഗങ്ങൾ നടത്തുന്നു എന്ന വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനോട് പ്രസക്തമായൊരു മുഖപ്രസംഗം ഇന്ന് മാതൃഭൂമി എഴുതുന്നുണ്ട്. ഇന്നലെ മനോരമയുടെ മുഖപ്രസംഗം നമ്മൾ വായിച്ചതാണ്. പക്ഷേ മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൻ്റെ പ്രത്യേകത അന്വേഷണ ദിശ യുക്തിസഹമായി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു മുഖപ്രസംഗമാണ് എന്നുള്ളതാണ്. തെളിവാർന്ന അന്വേഷണ ദിശ എന്ന തലക്കെട്ടിലാണ് SITയെ പ്രശംസിച്ചുകൊണ്ട്, അതേസമയം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം, കേരള പോലീസിൻ്റെ എക്കാലത്തും കൃത്യമായ അന്വേഷണ സംവിധാനങ്ങളുള്ള, നല്ല വീക്ഷണമുള്ള, കപ്പാസിറ്റിയുള്ള പോലീസിൻ്റെ മുന്നോട്ട് പോക്കിൽ, പ്രത്യേകിച്ചും കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള മുന്നോട്ട് പോക്കിൽ കിട്ടിയ റിസൾട്ടാണ് ഇത് എന്ന് മാതൃഭൂമി മുഖപ്രസംഗത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. അതേസമയം പത്മകുമാറിനെതിരെ അദ്ദേഹം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ് CPMൻ്റെ, അവിടുന്ന് നടപടി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. പലപ്പോഴും ഇത്തരം കേസുകൾ രാഷ്ട്രീയ കേസുകളാണ് കൂടുതൽ വരിക എന്നുള്ളത് കൊണ്ട് തന്നെ FIRൽ പേരുണ്ടായാൽ ഉടനെ, അല്ലെങ്കിൽ കുറ്റപത്രത്തിൽ പേരുണ്ടായാൽ ഉടനെ നടപടി എടുക്കുക എന്നുള്ളൊരു രീതി CPMനില്ല. എന്നാൽ അസാധാരണമായി ഇത്തരത്തിലുള്ള അഴിമതി കേസുകളിലൊക്കെ കുടുങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, എന്ത് നടപടിയെടുക്കും എന്നുള്ളത് അവരെ സംബന്ധിച്ച് പ്രധാനമാണ്. കാരണം കീഴ്വഴക്കമില്ല എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിനെതിരായ നടപടി അനിവാര്യമാണ് എന്ന തോന്നലുണ്ടാവുകയും ചെയ്യും. മാധ്യമങ്ങളിലും അതിനുള്ള പ്രഷർ ഉണ്ടാവും. പക്ഷേ ഇത്തവണ പത്മകുമാറിനെതിരായ കേസ് ഗുരുതരമാണ്. അത് സാധാരണ CPMൻ്റെ നേതാക്കൾക്കെതിരെ വരുന്നത് പോലെയുള്ള രാഷ്ട്രീയ കേസോ സമരവുമായി ബന്ധപ്പെട്ടോ രാഷ്ട്രീയത്തിൽ തന്നെ പല രീതിയിൽ മാനിപ്പുലേഷൻ്റെ തുടർച്ചയായിട്ടുള്ള കേസോ അല്ല. ഇത് അതേ പോലീസ്, അവരുടെ സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് അന്വേഷിക്കുന്നു, അതിൻ്റെ തുടർച്ചയായി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അസാധാരണ സാഹചര്യമാണ് CPMനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എന്ത് നടപടി എടുക്കും എന്നുള്ളത് പ്രധാനമാണ്. കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത കീഴ്വഴക്കത്തിൻ്റെ തുടർച്ചയായി ഈ മട്ടിൽ കേസ് പരിഗണിച്ചുകൊണ്ട് നടപടിയെടുക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. നേരത്തെ പല രീതിയിൽ ഞാൻ പറഞ്ഞ രാഷ്ട്രീയ കേസുകൾ തന്നെ, ഇപ്പോൾ ലാവ്ലിൻ കേസ് അടക്കം വരും, അതിലൊക്കെ CPMന് നിലപാടുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ ഉള്ള നിലപാട് നേരെ ഓപ്പോസിറ്റാണ്. ഇത് സ്വാഭാവികമായ അഴിമതി കേസാണ് എന്നുള്ള നിലപാട് CPMനുണ്ട്. അതുകൊണ്ട് തന്നെ നടപടി എടുക്കേണ്ട സാഹചര്യം ഉണ്ട്. ഈ കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പത്മകുമാറിനെതിരെ ആവശ്യമെങ്കിൽ നടപടി എന്നുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായ നടപടിക്കുള്ളൊരു സൂചന, അതിലേക്ക് പാർട്ടി കടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം ഈ വാർത്തയെ കരുതാൻ. കേരളകൗമുദി ആണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയുമാണ് പ്രധാനമായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെ ഇന്ന് നമുക്ക് പരാമർശിക്കാനുള്ളത്. നിരവധി വാർത്തകൾ എല്ലാ
എല്ലാ പത്രങ്ങളിലും ഉണ്ട്. അതിനനുസരിച്ച് ഓരോ പത്രങ്ങളിലും അവരുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള വാർത്തകളും കാര്യമായി തന്നെ ഉണ്ട്. നമുക്ക് പ്രാഥമികമായി പരിശോധിക്കേണ്ട വാർത്തകൾ ഇവയാണ്. മറ്റൊന്ന്, ദേശീയ തലത്തിൽ തന്നെ കടുത്ത തൊഴിലാളി വിരുദ്ധ നിർദ്ദേശങ്ങളുമായി കേന്ദ്രത്തിൻ്റെ ലേബർ കോഡുകൾ നിലവിൽ വന്ന സാഹചര്യമുണ്ട്. സെൻട്രൽ നോട്ടിഫൈസ് 4 ന്യൂ ലേബർ കോഡ് എന്ന് ഹിന്ദു വാർത്ത ലീഡ് വാർത്ത നൽകുന്നു. മനോരമയും 1-ാം പേജിൽ തൊഴിൽ നിയമങ്ങളുടെ വിജ്ഞാപനത്തെക്കുറിച്ചുള്ള വാർത്തയാണ് നൽകുന്നത്. തൊഴിലാളി വിരുദ്ധമായ തൊഴിൽ നിയമങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിൻ്റെ 4 കോഡുകൾ പ്രാബല്യത്തിലായി ഉത്തരവ് ഇറക്കി കഴിഞ്ഞു. മാറി തൊഴിൽ നിയമങ്ങൾ എന്നാണ് മനോരമ തലക്കെട്ട് നൽകുന്നത്. അതായത് തൊഴിൽ നിയമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂണിയൻ പ്രവർത്തനം, തൊഴിലാളികളുടെ സംഘടിത പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. 10% ജീവനക്കാരുണ്ടെങ്കിൽ മാത്രമേ തൊഴിലാളി യൂണിയൻ രൂപീകരിക്കാവൂ എന്നുള്ള, ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്രയധികം തൊഴിലാളി യൂണിയൻ വിരുദ്ധം ആയൊരു നിയമം ഇല്ല. നമുക്ക് കേരളത്തിലൊക്കെ പലപ്പോഴും ഈ പൊതു ആഖ്യാനത്തിൻ്റെ ഭാഗമായി യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്തോ മോശം പരിപാടിയാണ് എന്നുള്ള തോന്നൽ നമ്മളുടെ അടുത്തൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഇന്ന് അങ്ങനെ പറയാൻ മാത്രം കപ്പാസിറ്റിയുള്ള ആളുകളായി നമ്മുടെ തൊഴിലാളികളെയും നമ്മുടെ സമൂഹത്തെയും മാറ്റിയത് തൊഴിലാളി സംഘടനകളാണ്. അങ്ങനെയുള്ള തൊഴിലാളി സംഘടനകളുടെ പ്രവർത്തനങ്ങളുടെ തുടർച്ച, അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായിരുന്ന ഗുണഫലങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് തൊഴിലാളി സംഘടനകളെ മോശമാണ് എന്നുള്ള മട്ടിലേക്കുള്ള ആഖ്യാനം പലപ്പോഴും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തൊഴിലാളി നിയമങ്ങളിൽ ഏറ്റവും പ്രധാനം തൊഴിലാളി സംഘടനകൾക്ക് നിലനിൽക്കാനുള്ള അവകാശമാണ്. അതിനെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു 100 തൊഴിലാളികൾ അല്ലെങ്കിൽ 1000 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അതിൽ 10% തൊഴിലാളികളുടെ പിന്തുണ തൊഴിലാളി സംഘടനയ്ക്ക് വേണം എന്നുള്ളതാണ് പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനം. യഥാർത്ഥത്തിൽ ഒരു തൊഴിലാളി സംഘടന രൂപീകരിക്കാനുള്ള നിലവിലെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് പേർക്ക് സംഘടിതമായി വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ തൊഴിലാളി സംഘടന രൂപീകരിക്കാമായിരുന്നു. അതില്ലാതാക്കി എതിർപ്പുകളെ തൊഴിലാളി ഒരു ഉടമയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന വിധത്തിലേക്ക് ഈ നിയമങ്ങളെ മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകളെ മാത്രമല്ല തൊഴിലാളിയെ സംബന്ധിച്ച് തന്നെ വലിയ ആഘാതം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് BJPയുടെ BMS എന്ന് പറയുന്ന തൊഴിലാളി സംഘടന പോലും ഈ നിയമത്തെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. അവർ പോലും ഇതിനെതിരായ സമരം നടത്തിയതാണ് എന്നുള്ളത് വളരെ ലളിതമായി അതിൻ്റെ നിയമത്തിൻ്റെ ആഘാതം എത്രമാത്രം ഉണ്ടെന്ന് ഊഹിക്കാൻ വേണ്ടി നമുക്ക് കഴിയും. ജനയുഗം കരി നിയമം പ്രാബല്യത്തിൽ എന്ന് ലീഡ് വാർത്തയും നൽകുന്നു. കേരളത്തിൻ്റെ ഹർജിയിൽ SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് നൽകിയ കാര്യം സുപ്രഭാതം ലീഡ് വാർത്തയാക്കുന്നു. കേരളത്തിൻ്റെ ഹർജി പ്രത്യേകം കേൾക്കുമെന്ന് SIR കേസിൽ ദേശാഭിമാനി ലീഡ് വാർത്ത നൽകുന്നു. ഗുജറാത്തിൽ 2 BLOമാർ മരിച്ചു. SIRമായി ബന്ധപ്പെട്ടാണ്. ഒരാൾ ആത്മഹത്യാക്കുറിപ്പ് എഴുതി മരിച്ചത്, ആത്മഹത്യ ചെയ്തത്. അതിൻ്റെ വിശദാംശങ്ങൾ ദേശാഭിമാനി നൽകുന്നു. SIR സമ്മർദ്ദമാണ് മരണകാരണം എന്ന്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ കൗതുകം ഉണ്ടാക്കുന്നതും ആകാംക്ഷ ഉണ്ടാക്കുന്നതും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായ ഒക്കെ വാർത്തകളുണ്ട്. നമുക്കതിലേക്ക് കൂടി കടക്കാം. തൃശ്ശൂരിൽ വിചിത്രമായ ഒരു നിബന്ധന UDF സ്ഥാനാർത്ഥികൾക്ക് വെച്ചിട്ടുണ്ട്. കൂറുമാറില്ല, BJPയിലേക്കോ വേറെ പാർട്ടിയിലേക്കോ പോകില്ല എന്ന് എഴുതി നൽകണം മുദ്രപത്രത്തിൽ സ്ഥാനാർത്ഥി. ഇന്നലെ നോമിനേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. തൃശ്ശൂരിലാണ് കേട്ടോ. മറ്റൊരു വാർത്ത, ഇത് മനോരമയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്ത, 4 former MLA എ ടെസ്റ്റ് വാട്ടേഴ്സ് ഇൻ ലോക്കൽ ബോഡീസ് ദിസ് ടൈം എന്ന് ഹിന്ദു. 4 മുൻ MLAമാർ മത്സരിക്കുന്നു. അനിലക്കര, KS ശബരിനാഥൻ, K രാജഗോപാൽ, ലതാദേവി എന്നിവർ മത്സരിക്കുന്ന കാര്യം അതിലൊരു കൗതുകമുണ്ടല്ലോ. മുൻ MLAമാർ വാർഡിലേക്ക് മത്സരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതിന്. ഒപ്പം ദേശാഭിമാനി നടി പൊന്നമ്മ ബാബു CPMൽ ചേർന്ന വാർത്ത ദേശാഭിമാനി ചിത്രമൊപ്പം നൽകുന്നു. VM വിനു ഉണ്ടാക്കിയ പ്രതിസന്ധി, VM വിനുവിന് വോട്ടർ പട്ടികയിൽ പേരില്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഉണ്ടാക്കിയ പ്രതിസന്ധി സംസ്ഥാനത്താകെ UDFന് ദോഷകരമായിട്ടുണ്ട്. അതിനെ മറികടക്കാൻ ഉള്ള ശ്രമത്തിലാണ് UDF നേതൃത്വം എന്ന് സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില ദേശീയ അന്തർദേശീയ വാർത്തകളുണ്ട്. അഫ്ഗാനിലേക്ക് എയർ കാർഗോ സർവീസ്, താലിബാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി മോദി സർക്കാർ എന്ന റിപ്പോർട്ട് ദേശാഭിമാനി നൽകുന്നു. യുക്രൈൻ യുദ്ധത്തിൽ പരിഹാരത്തിനായി 28 ഇന നിർദ്ദേശവുമായി ട്രംപ് എന്ന മാതൃഭൂമി. രാജ്ഭവനിലും രാഷ്ട്രപതി ഭവനിലും കെട്ടിക്കിടക്കുന്ന 30 ബില്ലുകൾക്ക് മോചനമില്ല. ഇന്നലത്തെ സുപ്രീം കോടതി വിധി കൂടി വന്ന സാഹചര്യത്തിൽ ജനയുഗം വാർത്ത നൽകുന്നു. PV അൻവറിന്റെ വീട്ടിൽ ED റെയ്ഡ് എന്ന് മംഗളം. ആഭ്യന്തരം നിതീഷിനില്ല, സാമ്രാജ് ചൗധരി ആഭ്യന്തരമന്ത്രി എന്ന് നിതീഷ് കുമാറിന്റെ ബീഹാറിലെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള മന്ത്രിസഭ വകുപ്പ് ചുമതലകൾ വിഭജിച്ചതിന് ശേഷമുള്ള വാർത്ത കൗമുദി. നാളെ റീഡേഴ്സ് അഡ്വക്കേറ്റ് വീണ്ടും വരാം. ഇന്നത്തേക്ക് വിട. നന്ദി, നമസ്കാരം.